ഇന്ത്യയിലെ ചെന്നൈ തുറമുഖത്ത് നിന്നും ഇസ്രയേലിലേക്ക് ഒരു കാർഗോ ഷിപ്പ് പോയി. മരിയൻ ഡാനിക്ക എന്ന പേരിലുള്ള ഒരു കപ്പലാണ് ആയുധങ്ങളുമായിട്ട് പോയിരിക്കുന്നത് ഇസ്രയേലിലേക്കാണ്. 27 ടൺ സ്ഫോടക വസ്തുക്കളുമായാണ് ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കാൻ പോയത്. ഇവിടെ ആയുധങ്ങളുമായി പോയ ഇന്ത്യ സ്പാനിഷ് തുറമുഖത്ത് നിന്നും നങ്കൂരമിടാൻ വേണ്ടിയിട്ട് അധികൃതർ നിഷേധിച്ചു. ഇപ്പൊ നാറ്റോ അംഗത്വമുള്ള ഒരു രാജ്യമാണ് ഈ സ്പെയിൻ. സ്പാനിഷ് തുറമുഖത്ത് ഇന്ത്യ എന്നല്ല ഏത് രാജ്യമായാലും ഇതേ ഒരു നയം തന്നെയാകും സ്പെയിൻ കാണിക്കുന്നത്. സ്പെയിൻ പറയുന്ന ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പശ്ചിമേഷ്യയിൽ ഇനിയും ആയുധങ്ങളൊന്നും ആവശ്യമില്ല, പകരം അവർക്ക് വേണ്ടത് സമാധാനമാണ് എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പൊ സ്പെയിനിലുള്ളത്. ഇവിടെ സ്പെയിൻ ഗസയിലെ ഇസ്രയേലി ആക്രമണത്തിന് തുടക്കം തൊട്ടേ കടുത്ത നിലപാടുകളൊക്കെ സ്വീകരിച്ച രാജ്യമാണ്. അതായത് ഇപ്പൊ വെടിനിർത്തലിന് ഇസ്രയേലിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സ്പെയിൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ സ്പെയിൻ ഈ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് തന്നെ ആയുധങ്ങളുമായിട്ട് പോകുന്ന ചരക്ക് കപ്പലുകൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ദീർഘദൂര സർവീസ് എല്ലാം നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ കാർഗോ ഷിപ്പുകൾക്ക് ഈ പോർട്ട്ഫോൾ കൊടുക്കും. അതായത് ഇത്തരത്തിലുള്ള പോർട്ടുകളിൽ ചെന്നിട്ടാണ് ഈ കപ്പലിനുള്ള ഇന്ധനവും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തുന്നത്. ഇവിടെ സ്പെയിൻ ഇന്ത്യയെ ഇതിന് വിസമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയസ് കനാൽ വഴിയെല്ലാം പോകാം, പക്ഷെ അതുവഴി ഈ സൂയസ് കനാൽ വഴി പോകുന്നതെന്ന് പറയാൻ വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, സ്പെയിൻ വഴിയായിരുന്നു ഇവർ പോകുന്നത്. ഇവിടെ ഇന്ത്യ ആഫ്രിക്കൻ കോണ്ടിനെന്റ് വഴി ക്രോസ് ചെയ്തിട്ടൊക്കെ വളരെ ദൂരത്തിലാണ് സ്പെയിനിൽ ഇരുന്നത്. പക്ഷേ സ്പെയിന്റെ സമീപനം ഇതായിരുന്നു. സ്പെയിൻ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അതായത് മെയ് 21 പലസ്തീനെ ഔദ്യോഗിക രാജ്യമായിട്ട് അംഗീകരിക്കാൻ സ്പെയിൻ തീരുമാനിച്ചിരുന്നു. സ്പെയിന്റെ ഈ നീക്കങ്ങൾക്കൊപ്പം നിന്നത് ഈ അയർലാൻഡും അതുപോലെ തന്നെ സ്ലൊവേനിയ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ നീക്കങ്ങളെയും തീരുമാനങ്ങളെയും എതിർക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന സ്പെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്പെയിൻ ഇസ്രയേലിന്റെ ഈ അക്കാദമിക് പരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും റദ്ദാക്കി. കൂടാത്തതിന് തന്നെ പലസ്തീനുമായുള്ള അക്കാദമിക് ബന്ധം അവർ ശക്തിപ്പെടുത്തുകയും ചെയ്തു. സ്പെയിന്റെ ഈ ഒരു നീക്കം ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളാവുക മാത്രമല്ല, ഇസ്രയേലിന്റെ കണ്ണിൽ ഒരു നോട്ടപ്പുള്ളിയായിട്ട് സ്പെയിൻ മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്പെയിന്റെ ഈ നീക്കം പുതിയ പ്രശ്നങ്ങൾക്ക് വഴി ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.